അപകടം പറ്റിയ വാർത്ത ഇടവകയിലെ എല്ലാവരും വേദനിപ്പിച്ചു. പള്ളിയിലെ മുൻ കൈക്കാരനും പള്ളി നിർമ്മാണ കമ്മിറ്റിയിലെ സജീവാംഗവും ഒരു പിരിവിന് പോലും മുടങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള പാച്ചനാണ് വലിയൊരു അപകടത്തിൽപ്പെട്ടത്. സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അമിത വേഗത്തിൽ വന്ന ഒരു ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. തലയ്ക്ക് പുറകിൽ ഗുരുതരമായി പരിക്കേറ്റ രീതിയിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്നു. ഛർദ്ദയും തുടങ്ങിയതോടെ നില വളരെ ഗുരുതരമായി. പള്ളി കമ്മിറ്റിക്കാർ സന്ദർശിക്കാൻ വന്നെത്തിയപ്പോൾ ഫ്രാൻസിസ് വളരെ നേർത്ത ശബ്ദത്തിൽ ചോദിച്ചു, ശൗര്യാർ ഭക്തനെ ശൗര്യാർ കൈവിടുമ്പോ? ഇല്ല, എല്ലാവരും ആശ്വസിപ്പിച്ചു, എല്ലാം ഭേദമാവും. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർമാർ നാളേക്ക് സമയം നിശ്ചയിച്ചു. അർദ്ധരാത്രിയിൽ പാച്ചൻ കണ്ട സ്വപ്നം ഒരു വിശ്വാസാനുഭവമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുസ്വരൂപത്തിൽ മുഖവും കിരീടവും ശരിയാക്കുന്ന പാച്ചൻ. കുറെ നേരം പഠിത്തപ്പോൾ തിരുസ്വരൂപം പൂർണ്ണമായി. സ്വപ്നവും. നേരം വെളുത്തു. ഇപ്പോൾ ഛർദി ഏകദേശം അവസാനിച്ച മട്ട്. ഓപ്പറേഷന് മുന്നേ ഡോക്ടർമാർ ഒരു സ്കാൻ കൂടെ നടത്തി. സ്കാനിന്റെ റിസൾട്ട് ഡോക്ടർമാരെ ഒത്തിരിയധികം അമ്പരിപ്പിച്ചു. രക്തം കട്ടപിടിച്ചത് അലിഞ്ഞില്ലാതായിരിക്കുന്നു. ഓപ്പറേഷന്റെ ആവശ്യമില്ല. ഡോക്ടർമാരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒത്തിരിയധികം സന്തോഷമേകി. പാച്ചന്റെ ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ദൈവത്തിൽ എന്നേരവും വിശ്വാസം അർപ്പിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും.